ഇറ്റലിയിലുള്ള ദ ലീനിയർ ടവർ ഓഫ് പിസ എന്ന ഈ ഗോപുരം കാണാൻ വേണ്ടി വർഷം തോറും 5 മില്യൺ ആളുകളാണ് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തുന്നത്. ഇതിലൂടെ ഓരോ വർഷവും 23 മില്യൺ അമേരിക്കൻ ഡോളറോളമാണ് ഇറ്റാലിയൻ ഗവൺമെന്റിന് വരുമാനമായി കിട്ടുന്നത്. ഈ ഗോപുരം ഇത്രയേറെ പ്രശസ്തമാകാനുള്ള കാരണം ഇതിന്റെ നിർമ്മാണത്തിൽ സംഭവിച്ച വലിയൊരു പിഴവാണ്. 187 അടി ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ വെയിറ്റ് എന്നുള്ളത് 14,500 ടണ്ണാണ്. ഇത്രയും വലിയ ഈ ഗോപുരത്തിന്റെ അസ്ഥിവാരം വെറും 3 മീറ്റർ താഴ്ചയിലാണ് പണിതിട്ടുള്ളത്. 1173 വർഷം നിർമ്മാണം ആരംഭിച്ച ഈ ഗോപുരത്തിന്റെ 3ാമത്തെ നില പണിത് തീർന്ന ശേഷമാണ് തങ്ങൾക്ക് പറ്റിയ വലിയൊരു അബദ്ധത്തെക്കുറിച്ച് കെട്ടിടത്തിന്റെ നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചത്. ഈ കെട്ടിടത്തിന്റെ അസ്ഥിവാരത്തിന്റെ അടിയിൽ മുഴുവനും കളിമണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയും പണി തുടർന്നാൽ കെട്ടിടം മണ്ണിനടിയിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ കെട്ടിട നിർമ്മാതാക്കൾ അവിടെ വെച്ച് കെട്ടിടത്തിന്റെ പണികളെല്ലാം ഉപേക്ഷിച്ചു. ശേഷം കളിമണ്ണ് പൂർണ്ണമായും ഉറയ്ക്കാൻ കെട്ടിട നിർമ്മാതാക്കൾ കാത്തിരുന്നു. കൃത്യം 100 വർഷങ്ങൾക്ക് ശേഷമാണ് കളിമണ്ണ് പൂർണ്ണമായും ഉറച്ച് കെട്ടിടത്തിന്റെ പണികൾ വീണ്ടും പുനരാരംഭിച്ചത്. ശേഷം 1372 കെട്ടിടത്തിന്റെ പണികൾ പൂർണ്ണമായും പൂർത്തിയാകുന്നത്. 8 നിലകളുള്ള ഈ ഗോപുരത്തിന് 296 ചവിട്ടുപടികളാണ് ഉള്ളത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ ഗോപുരം പതുക്കെ പതുക്കെ ഒരു വശത്തേക്ക് ചെരിയുവാൻ തുടങ്ങി. 14,500 ടൺ ഭാരമുള്ള ഗോപുരത്തിന്റെ അസ്ഥിവാരം അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തതുകൊണ്ടും അടിയിൽ കളിമണ്ണായതുകൊണ്ടുമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഗോപുരം വീഴാതിരിക്കാൻ വേണ്ടി ഇറ്റാലിയൻ ഗവൺമെന്റ് ഗോപുരത്തിന്റെ മറുഭാഗത്ത് 800 ടൺ ഭാരമുള്ള കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടത്തെ താങ്ങി നിർത്തി. ശേഷം 1987 യുനെസ്കോ ലോക പൈതൃക ചിഹ്നമായി ഈ ഗോപുരത്തെ അംഗീകരിക്കുകയും ചെയ്തു. നിലവിൽ ഒരു വശത്തേക്ക് 4 ഡിഗ്രി ചെരിഞ്ഞാണ് ഈ ഗോപുരം നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.